സഹാബാക്കളുടെ മൻഹജ് ഖുർആനും ഹദീസും ഒരേപോലെ കാണലാണ്. ബുദ്ധിക്ക് യോജിക്കാത്ത തള്ളാന്നുള്ളത് ലാലുകളുടെ വിജയികളുടെ പ്രവർത്തനമാണ്. അവർ പറയും ഖുർആനും ഹദീസും മാത്രം നമ്മൾ എടുക്കുള്ളൂ എന്ന് പറയും, സലഫുകളിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന് പറയും. കേരളത്തിൽ 2015-16 കാലഘട്ടത്തിൽ ഒരു ടീമിന്റെ പോസ്റ്റർ തന്നെ എന്താണ്? സലഫുകളിലേക്കല്ല ഖുർആനിലേക്കും സുന്നത്തിലേക്കും. എന്തിനാണ് അത് പറഞ്ഞത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറഞ്ഞാൽ അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. സലഫുകളൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഹവ പറയാ. ആരാ മനസ്സിലാക്കിയത്? ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സഹാബാക്കൾ മനസ്സിലാക്കണ്ടേ? ഓർ മരിച്ചുപോയ കുറച്ച് ആൾക്കാരല്ലേ. ഹും റിജാൽ വനഹനു റിജാൽ. ഓരോ മനുഷ്യന്മാര് നമ്മൾ മനുഷ്യന്മാർ. ഒരു മരിച്ചുപോയി. ഖുർആൻ ഹദീസും മാത്രം മതി. അപ്പൊ ഖുർആനും ഹദീസും മാത്രം മതി, സലഫുകൾ വേണ്ട എന്ന് പറയുന്നവർ ബിദഈകളാണ്, ലാലുകളാണ്. അവർ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് മൻഹജിനെതിരാണ്. അഖീദയും ഇബാദത്തും റസൂലുള്ളാഹി സഹാബാക്കളെ പഠിപ്പിച്ചതാണ്. അത് മാത്രമാണ്. അത് അന്നെന്താണോ ഖിയാമത്ത് നാൾ വരെ അതാണ്. അപ്പോൾ സലഫുകളുടെ പാത എന്ന് പറഞ്ഞാൽ ഇതാണ്. സലഫുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വഴിയിലൂടെ പോക്കാം.